ഹലോ, ഇന്നൊരു അവധി ദിവസമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോകുമെന്ന് വിചാരിച്ചു. വേറൊരിടത്തുമല്ല, ഞങ്ങളുടെ സ്വന്തം കുടുംബക്ഷേത്രത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണതിൽ മുന്നേ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പയ്യെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ ഇറങ്ങി ഇതേ ജങ്കാറൊക്കെ കടന്ന് വേണം പോകാൻ വേണ്ടിയിട്ട്. വേറൊരിടത്തും അല്ല, ചെറായിലാണ് കേട്ടോ കുടുംബക്ഷേത്രം. മാസത്തിലൊരു തവണയാണ് അവിടെ തുറക്കുന്നത്. സാധാരണ മീനഭരണിക്കും അതുപോലെ തന്നെ 41 ചടങ്ങിനൊക്കെയാണ് ഞങ്ങൾ അവിടെ പോവാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് നേർച്ചയും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ നേരെ വെച്ച് പിടിച്ചിട്ടോ രാവിലെ തന്നെ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ജങ്കാറൊക്കെ കടന്ന് പോകണേ. അങ്ങനെ ഞാനും കുഞ്ഞും രണ്ട് സ്ഥലത്തായി പോയിട്ടാ. കുഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്ത് വന്നപ്പോഴേക്ക് ഏറ്റവും പുറകിലായിപ്പോയി. ഞാൻ വണ്ടിയൊക്കെ കയറ്റി ഏറ്റവും മുമ്പിലും ആയി പോയിട്ടാ. അങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നെയാണ്. അതിൻ്റെ ഇടയിൽ കൂടി എന്നോട് പറഞ്ഞു, അമ്മ ഈ വീഡിയോ ഇട്ട് എൻ്റെ വായിരിക്കണം കേൾക്കും എന്നൊക്കെ പറഞ്ഞ് വന്നേട്ടാ. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലെത്തിയിട്ട് അമ്പലത്തിൽ നല്ല വെയിലുണ്ട്, പക്ഷേ എന്നാലും കാലാവസ്ഥ വലിയ മോശമില്ലാത്ത ഒരു കാലാവസ്ഥയായിരുന്നു, കുഴപ്പമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇതിൻ്റെ മുമ്പിൽ തന്നെ, ഈ അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ വലിയൊരു പുഴയുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. സാധാരണ വൈകുന്നേരങ്ങളിലാണ് കേട്ടോ ഞങ്ങളിവിടെ വരാറുള്ളത്. വൈകുന്നേരമൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിപ്പോൾ മാസത്തിൽ ഒരു തവണയാണ് തുറക്കുന്നത് കൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. അങ്ങനെ അമ്പലത്തിലൊക്കെ നന്നായിട്ട് തൊഴുതു. സാധാരണ ഇങ്ങനെ ഇടമാസങ്ങളിൽ തുറക്കുമ്പോൾ വരാറില്ല കേട്ടോ. അതിലെന്തോ മനസ്സിൽ അങ്ങനെ തോന്നിയതിൻ്റെ പേരിൽ വേഗം ഓടിപ്പോകുന്നതാണ്. പ്രസാദമൊക്കെ വാങ്ങിച്ചു, എല്ലാം നെറ്റിയിലൊക്കെ തേച്ചു, കുങ്കുമമൊക്കെ തൊട്ട് അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി വന്നേട്ട. ഈ ഇറങ്ങി ഓടി വന്നത് എവിടെയെന്ന് വെച്ചാൽ വിശന്നിട്ട് കൊട്ടൽമാല പുറത്തേക്ക് വന്നാറട്ടെ. നേരെ ഒരു കിട്ടിയ കടയിൽ കയറി അങ്ങോട്ട് ചപ്പാത്തി മുട്ടക്കറിയാണ് കേട്ടോ കഴിക്കണത്. ഭക്ഷണത്തിൻ്റെ കാര്യം പറയണമെങ്കിൽ ഒരു കാശിനും കൊള്ളാത്ത ഫുഡായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, വാങ്ങിച്ചിൻ്റെ പേരിൽ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്രയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ.